അല്ല കുഞ്ഞുണ്ണിയെ, താനെന്താ ഇവിടെ തന്നെ ഇരുന്നത്? ദീപാരാധന തൊഴുതില്ലേ? തൊഴുതു. ഇന്നിത്തിരി നേതിച്ചോറ് അധികം കിട്ടി. കുറച്ച് കൊണ്ടുപോണോ? ഏയ് വേണ്ട. തനിക്ക് മനക്കിലെ വാസം നന്നായി ബോധിച്ചു എന്ന് തോന്നണു ഇല്ലേ? ഒന്നിനും ഒരു കുറവുമില്ല. ആശാനും കളരിയും എൻ്റെ ഭാഗ്യം തന്നെയാണ്. മുൻചുണ്ടിക്കാരനായ ആശാൻ എന്നെപ്പോലെ ഒരാളെ ശിഷ്യനായി കൊണ്ടു നടക്കുന്നത് തന്നെ ഭാഗ്യം. ഹായ്, തനിക്ക് എന്താണ് ഒരു കുറവ്? ആശാനെ പോലെ തന്നെ പതുക്കെ ഒരു കേശഭാരം തനിക്കും വേണം. അയ്യോ, ഞാനതിനൊന്നും ആയിട്ടില്ല. ആശാൻ എവിടെ, ഞാനെവിടെ? നാളെ ഇത്തിരി വലിയ പാത്രം കൊണ്ടുവരണം. 4-5 വിരുന്നുകാരുണ്ടേ. കുഞ്ഞുണ്ണി, എന്നാ യാത്രയില്ല കേട്ടോ. ആ കുഞ്ഞുണ്ണി, അതെ, ഞാൻ വെള്ളിനേഴ് വരെ ഒന്ന് പോവാ. കുഞ്ഞൂട്ടിക്ക് തീരെ സുഖമില്ല. ഇത്തിരി നേരത്തെ അങ്ങോട്ട് എത്തിയാലേ വൈദ്യരെ കണ്ട് കഷായം മേടിക്കാൻ വയ്ക്കൂ. ഒറ്റ കുട്ടിയാണേ, അവക്കെന്തെങ്കിലും വന്നാ സൈക്കിൾ എനിക്ക്. അവക്ക് ഇത്തിരി ചീരാപ്പ് വന്നാ പോലും എൻ്റെ നെഞ്ചങ്ങോട്ട് നേറും. ഇവിടുന്ന് ഇപ്പോൾ കുറേ ദൂരമുണ്ടോ? തോണി കിട്ടുകയാണെങ്കിൽ ഒരു 2-2.5 നാഴികൊണ്ട് അങ്ങോട്ട് എത്തും. ആശാൻ നാളെ തന്നെ എത്തുമല്ലോ അല്ലേ? എത്തും. ആ പിന്നെ നാളെ താൻ നേരത്തെ കളരിയിലേക്ക് അങ്ങോട്ട് എത്തുക. കുട്ടികളൊക്കെ ഒച്ചനക്കം പഠിപ്പിക്കുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്തും. താനൊരു വലിയ ആളാവും. കണ്ണും മെയ്യും കൈയും ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കൈയെത്തുന്നോടത്ത് മനസ്സെത്തുക, അങ്ങനെയല്ലേ പ്രമാണം? നളൻ, അർജുനൻ ഇതൊക്കെ കെട്ടാറാവുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണ്ടോളുണ്ട്. താനത് കണ്ടില്ല എന്നടിക്കാതിരുന്നാൽ മാത്രം മതി. കുരുത്തം അതെന്നെയാ വേണ്ടത്. തലയിൽ മുടിവെച്ചാൽ കഴിഞ്ഞില്ലേ മനുഷ്യജന്മം? പിന്നെ ആരാ കഥാപാത്രം? ഭാഗ്യം വേണം, പിന്നെ സാക്ഷാൽ ഈശ്വരൻ്റെ അനുഗ്രഹവും. കാലിടറിയാ തീർന്നില്ലേ ഈ ജന്മവും വരും ജന്മവും. താൻ നന്നായിട്ട് വരും കുട്ടിയെ. എന്നാ യാത്രയില്ല. ഓ, എല്ലാം പറഞ്ഞ പോലെ. ശരി ആശാനെ. കിള്ളിക്കുരിശിമംഗലത്തെ ജീവിതം ഇഷ്ടപ്പെടണ്ടോ ആവോ? ഇഷ്ടായി. നായരുടെ ചായക്കടയിലാ പറ്റെന്ന് അറിഞ്ഞത്. അല്ലാതെ വഴിയില്ലല്ലോ. എന്നാ ഇനി മുതൽ എന്നും കാപ്പിയും പലഹാരവും മനക്കിന്ന് തന്നെ ആവാന്ന് അകത്തുള്ളവര് പറഞ്ഞിരിക്കണോ? ഭക്ഷണത്തിനായി പുറത്തുപോയി കഷ്ടപ്പെടണ്ടെന്ന് സാരം. മനക്കലെ കുളത്തിൽ കുളിക്കുകയും കാവിലെ തൊഴുകയും കൂടി ആവാം. ദാ എണ്ണ കഴിയുമ്പോ പറഞ്ഞാ മതി. ഇത് പത്തായപ്പുരയുടെ താക്കോലാണ്. കണ്ണിക്കണ്ട പീഡിയ മുറിയിലൊന്നും കയറി കിടക്കണ്ടായിനി. പത്തായപ്പുരയിൽ കിടന്നോളാൻ പറഞ്ഞിരിക്കണോ? ഇനിയും ഒരുങ്ങിയില്ലേ? അകത്തേക്ക് വരൂ. ഇന്ന് നാരായണ നമ്പ്യാരുടെ കൂത്താ, നല്ല രസായിരിക്കും. പിന്നെ എന്റെ വരണുണ്ട്, അതാണ് അവളിന്ന് ഇത്ര അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. അതെയോടി. അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആഹാ, പറയ്. അതൊക്കെ പിന്നീടാവാം. സ്വപ്നം കണ്ടതേ പറയരുതെന്നാ. വാ, നമുക്കിത്തിരി പല്ലാങ്കുഴി കളിച്ചാലോ? അയ്യോ, നമുക്ക് പോകാം. പോയി പെട്ടെന്ന് ഒരുങ്ങൂ. ഞാൻ വരുന്നില്ല.
നിങ്ങൾ പൊയ്ക്കോളൂ. ഇവിടെ എല്ലാവരും നേരത്തെ പോയിട്ടുണ്ട്. ദീപാരാധനയും തൊഴാലോ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വരണില്ലല്ലോ? ഉംഹും. ശരി കേട്ടോ? ശരി. ഉം. അതെ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനിയെങ്കിലും നിനക്കൊരു വേളിയെക്കുറിച്ച് ആലോചിച്ചൂടെ? ഏയ് വേണ്ട, ഞാനിങ്ങനെ കാലം കഴിച്ചോട്ടെ. വന്ന ആലോചനകൾ മുടങ്ങിയതുകൊണ്ടല്ല. ഗ്രഹദോഷം ഒരു പകർച്ചവ്യാധിയായെങ്കിലോ എന്നെ പേടിയാ. കുട്ടി, നിന്റെ നല്ല കാലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ വയസ്സായി വരികയാണ്. പൊതുവെ ഈ മനയ്ക്ക് മുഴുവനും വയസ്സായി വരണു. എൻ്റെ ജീവിതത്തോട് എനിക്ക് ഒട്ടും പരിഭവമില്ല അച്ഛ. ആശകളെയൊക്കെ ഞാൻ എന്നേ പദം വരുത്തി. കുഞ്ഞു കുഞ്ഞു കൊതികളേ ഉള്ളൂ. അതിനെന്നെ അനുവദിക്കൂ. ദാ, ഒട്ടും നോക്കാതെ കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഇത്തവണയും ഞാൻ ജയിച്ചില്ലേ? അതിന് ഞാൻ തോറ്റു തന്നതല്ലേ. ഒരു പാവം പെൺകുട്ടിയല്ലേ, ജയിച്ചോട്ടെ എന്ന് കരുതി. അയ്യടാ, കളി തോറ്റപ്പോഴുള്ള ഒരു മുടന്ത ന്യായം. നീ എന്നും സന്തോഷവതിയായി കാണുക എന്നതാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്താ ഈ സന്തോഷം? അതൊക്കെ ആരോ പറഞ്ഞ കടങ്കഥയാണെന്നാ ഞാൻ കരുതിയിട്ടുള്ളത്. ഇപ്പോൾ ഒരാഗ്രഹം തോന്നുന്നുണ്ട്, സാധിപ്പിച്ചു തരണം. പറയുമോളെ. കഥകളി പഠിക്കാനൊരു പൂതി. മുമ്പ് കുറച്ച് പഠിച്ചതാണെങ്കിലും പാതി വഴിയിൽ ജീവിതം നിന്നപ്പോൾ അതും നിന്നില്ലേ. എല്ലാം ഒന്നുകൂടി തുടങ്ങിയാലോ? ഈ മനയിൽ കഥകളി പഠിക്കണ ആദ്യ പെൺതരി. ആശാനോട് പറയാം. വേണ്ട, വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അപ്പോ ഒന്നുകൂടി കളിക്കല്ലേ? തോറ്റു തുന്നം പാടണോ ഇനി? അഞ്ചാതെ കൊണ്ടൽ നീടുവൻ അഞ്ചാതെ കൊണ്ടൽ ഇവൻ കഥകളിയിൽ തിളങ്ങും. ഇവന് മാത്രമായിട്ട് മലയാളം ഒരു കേശഭാരം പണികഴിപ്പിക്കും. നാടൊട്ടുക്കറിയും തീർച്ച. ഇനി എന്റെ ശിക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവന്റെ വഴി അവന് തെളിക്കാറായി നർത്തം. ആ വഴുകത്തണ്ടാണ് പേടി. എപ്പോഴാ അത് ഉയർന്നു പൊങ്ങാന്ന് അറിയില്ലല്ലോ. നിന്റെ ഒരു സഹായം വേണം എനിക്ക്. നിന്റെ ഒരു സഹായം വേണം. നീ എനിക്കത് ചെയ്തു തരണം. നീ കേൾക്കണുണ്ടോ? എന്താ ഇപ്പൊ ഒരു സഹായം? എനിക്കൊരു മോഹം, കഥകളി പഠിക്കണമെന്ന്. നിനക്കത് എളുപ്പമായിരിക്കും. നൃത്തത്തിൽ പ്രവീണയല്ലേ നീ? അതല്ല. ആശാനിതറിഞ്ഞാ അദ്ദേഹത്തിന് സന്തോഷാവേ ഉള്ളൂ. അതല്ല, എനിക്ക് ആശാന്റെ ശിഷ്യനിൽ നിന്നും പഠിക്കാൻ മോഹം. ആ, അത് നടന്ന തന്നെ. രാവുണ്ണി മേനോൻ ആശാന്റെ കളരിയില് ശിഷ്യം വന്ന് പഠിപ്പിക്കുന്നു തോന്നണുണ്ടോ? അതാ പ്രശ്നം. നീ എന്നെ സഹായിക്കണം. അദ്ദേഹത്തോട് ചെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ പ്രേരിപ്പിക്കണം. നിക്ക് വയ്യ. നിക്ക് ആശാനെ പേടിയാ. അദ്ദേഹം ഇതറിഞ്ഞാ പിന്നെ. എന്തേ, നിനക്ക് വിഷമായോ? നിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ. അന്തർജനത്തിന്റെ മുഖം തൊടുക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതല്ല ലക്ഷ്മി, കഴിഞ്ഞ ദിവസം മുതൽ ഒരു മോഹം കാരമുള്ള പോലെ കരളിൽ കിടന്ന് കുത്തുന്നു. കുറേ കാലത്തിന് ശേഷം ആയതുകൊണ്ടായിരിക്കാം വേദന കൂടി വരിക.
ആ മുള്ള് ഞാൻ പറിച്ചു തരട്ടെ? വേണ്ട, സുഖം നൊമ്പരും മോഹിച്ചു പോയി. ഒന്ന് മാറി തന്നാ എനിക്ക് ഈ മുറിയൊക്കെ ഒന്ന് അടിച്ചു വരായിരുന്നേ. ഈ നേരത്തോ? അടിയനല്ലാതെ എപ്പോഴാ സമയം? വടക്കിനിയില് പിടിപ്പത് പണിയല്ലേ. എന്നാ ശരി, ഞാൻ മാറിത്തരാം. അടിയന് ഒരു പൂതിയുണ്ട്. കഥകളി പഠിക്കണമെന്ന്. പഠിപ്പിക്കോ? അത് നല്ല രസം. ആശാനോട് പറഞ്ഞൂടെ? അടിയനൊക്കെ ഈ ജന്മത്തിൽ അത് സാധിക്കോ? അടിച്ചു കളിക്കാരിയായി പോയില്ലേ. അടുത്ത ജന്മത്തിലെങ്കിലും ജോലിയില്ലാത്തൊരു ജന്മം തന്നാ മതിയായിരുന്നു ഭഗവാൻ. കളിക്ക് അരങ്ങ് നിശ്ചയിക്കുന്നത് പോലെ ജാതിയും നിശ്ചയിക്കാരനെന്ന് പറഞ്ഞു തന്ന ഈ അടിച്ചു തെളിക്കാരിയാണ് യഥാർത്ഥ ഗുരു. എന്നെ കളിയാക്കുകയാണോ? അല്ല, പ്രാർത്ഥിക്കൂ. കളിവിളക്കിന് മുകളിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുന്ന ലുബ്ധനല്ലാത്ത ആ മഹാവേഷക്കാരനോട് പ്രാർത്ഥിക്കൂ. ഈ ജന്മം തന്നെ ഒരു കുട്ടിത്തരം വേഷമെങ്കിലും കെട്ടിയാടാൻ സാധിക്കണേ എന്ന്. അടിയന്റെ മറന്ന പ്രാർത്ഥനകളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത്. അടിയൻ അടിച്ചു വരി പോയിക്കോട്ടെ. അതിപ്പോ ആശാൻ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? കളരി തുടങ്ങിയിട്ട് അധികമായിട്ടില്ലല്ലോ. എല്ലാം ഒന്ന് പച്ച പിടിച്ച് വരണ്ടേ? സാധിച്ചിട്ടൊന്നുമല്ലെന്ന് ആശാൻ അറിഞ്ഞൂടെ? ഒരു മോഹം. കാരണവന്മാർ നടത്തിക്കൊണ്ടുവന്ന കളരി മുടങ്ങിയതിൻ്റെ കോപം മനയിൽ ഇഷ്യുണ്ടേ. ഞാൻ പറയണതൊന്ന് കേൾക്കൂ. വിഷമിക്കാനൊന്നുമില്ല. കളരി അടയ്ക്കുന്നല്ലോ. പ്രഗത്ഭനായൊരു കലാകാരനാണ് കുഞ്ഞുണ്ണി. അയാൾക്കാച്ച അത് നടത്തിക്കൊണ്ടവള പ്രാപ്തി ഉണ്ടേനും. കളിയിൽ അയാൾക്കറിയാത്തതായിട്ട് യാതൊന്നുമില്ല. ഒരു നിമിത്താണ് ആ വിദ്വാൻ ഇവിടെ വന്ന് പെട്ടത്. അത് ശരിയാ. സൽസ്വഭാവിയാ. നല്ല മെയ്യും നല്ല നോട്ടോ. അതാ ഞാൻ പറഞ്ഞത്. അയാൾ ഈ കളരിയുടെ ഒരു ആയിസ. ഞാനിടയ്ക്ക് വന്നോളാം. വെള്ളിനേഴിയിലെ കാര്യം കഷ്ട. കുട്ടി ഒറ്റയ്ക്ക. കല്യാണപ്രായമായില്ലേ. എനിക്കാച്ച വയ്യാണ്ടായിരിക്കണു. തള്ളല്ലാത്ത കുട്ടിയാ. ഇനിയുള്ള കാലം ഒരു തണലായിട്ട് ഞാൻ അവിടെ ഉണ്ടാവണതാ നല്ലത്. ആശാൻ ഇടയ്ക്ക് ഈ വഴി വരണം. അന്യനൊന്നും അല്ലല്ലോ. വരാം. ഓണേല് വിഷമല്ലാഞ്ഞിട്ടല്ല, പോയേ കഴിയൂ. അതുകൊണ്ടാ. ആശാൻ പോയാലെങ്ങനെയാ? ഒരു കളരി നടത്താനുള്ള പ്രാപ്തിക്കായി തനിക്ക്, ആദ്യാവസാന വേഷക്കാരനായ തനിക്ക് എന്തിനാണ് ഇത്ര അങ്കലാപ്പ്? നന്നാവും, എല്ലാം നന്നാവും. എന്നാലും ആശാനില്ലാത്ത കളരി ചിറകരിഞ്ഞ ജടായുവിനെ പോലെ. ചിറകരിഞ്ഞിട്ടും ജടായു ലക്ഷ്യം കണ്ടില്ലേ, വഴി കാട്ടിയില്ലേ? തനിക്കാവൂതിന്. താനെന്തിനെങ്ങനെ ദുർബലനാവണേ? എൻ്റെ അവസ്ഥ വളരെ മോശ. വീട്ടിലാച്ച പട്ടിണിയും പരിവട്ടും. കുഞ്ഞൂട്ടിക്കാച്ച ഇപ്പം ഭയം ഏറി വരിക. ആലോചനകളൊക്കെ വരുന്നുണ്ട് അവക്ക്. പക്ഷേ മടിക്കുത്ത് കാലിയ. ദരിദ്രനായ ദക്ഷനും ധർമ്മപുത്രരും അർജുനനും അല്ലേ ഞാൻ. ആശാൻ, നീ എനിക്ക് മകനെ പോലെ. അതുകൊണ്ടാ കളരി നിന്നെ ഏൽപ്പിച്ചത്.
ഒരു കാര്യം ഓർക്കണം, നന്നായിട്ട് ഓർക്കണം. ചവിട്ടണ കാലടികൾ കൊണ്ടും ചൂണ്ടുന്ന മുദ്രകൾ കൊണ്ടും ഉറയ്ക്കണം കളരി. വിയർപ്പല്ലാതെ മറ്റൊന്നും അവിടെ വീഴരുത്. ഗുരുകാരണവന്മാർ തുടങ്ങിയ കളരിയ ജഡായുവിനെ പോലെ നിന്ന് കാക്കണം. ഞാൻ നോക്കിക്കോളാം. ആശാൻ ഇടയ്ക്ക് ഞാനിടയ്ക്ക് ഇറങ്ങാം. ആ പിന്നെ ഇടയ്ക്ക് നീ അങ്ങോട്ടിറങ്ങണം. ഞാനും കുഞ്ഞൂട്ടിയും നിന്റെ അനിയത്തി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കണ്ട. ഇല്ല, മറക്കില്ല ആശാനെ. കുഞ്ഞുട്ടിക്ക് ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല. പോകുന്ന വഴിക്ക് ഞാൻ വല്ലതും വാങ്ങിച്ചോളാം. എന്നിട്ട് താൻ വാങ്ങിച്ചു തന്നാന്ന് പറഞ്ഞാ പോരെ? ഉം? ഈശ്വരോ രക്ഷതു. ഹോ, എന്തൊരു ചൂട്! ആ 2 ദിവസം കണ്ടില്ലല്ലോ. എവിടെയായിരുന്നൂടോ താൻ? ആ ഞാനും ഉണ്ടായിരുന്നില്ല ഇവിടെ. തിമിലയുടെ തോലൊന്ന് മാറ്റാൻ പെരുവമ്പ് വരെ ഒന്ന് പോയി. ആശാൻ പോയി, കളരി എൻ്റെ തലയിലുമായി. അത് നന്നായില്ലേ? തനിക്ക് അതിനൊക്കെ പ്രാപ്തിയായിടൂ. എങ്ങനെയുണ്ട് പത്തായപ്പുരവാസം? ഉമയുമായി ഞാൻ അടുക്കണ്ടോന്നൊരു സംശയം. അവരെ കഥകളി പഠിപ്പിക്കണമെന്ന് പറഞ്ഞയച്ചിരിക്കണു. ആ അത് നന്നായി. അവളുടെ ഇഷ്ടം തനിക്ക് മനസ്സിലായി. തൻ്റെ ഇഷ്ടോ? മനസ്സ് നിറയെ ഇഷ്ടമുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യല്ലോ. എടൂ, പുറത്ത് കാണിക്കാൻ കൂടി ഉള്ളതായി ഇഷ്ടം. തനിക്കത് ഇനിയും മനസ്സിലായിട്ടില്ലേ? മനക്കലെ ആശ്രിതനല്ലേ. ഒന്നുമല്ലെങ്കിലും അത് മറക്കാൻ പാടുണ്ടോ? എടൂ, പണ്ടൊരു വിദ്വാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേമം ഭിക്ഷുവിൻ്റെ ഭിക്ഷയല്ല, ദാതാവിൻ്റെ ദാനമാണ്. ഒന്നും ഇരക്കലല്ല, എല്ലാം കൊടുക്കലാണ്. വരട്ടെ, സമയമാകുമ്പോൾ എല്ലാം പറയാം.